ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് അയർലൻഡിൽ വരാതിരിക്കുന്ന പല കുട്ടികൾക്കുമുള്ള സംശയമാണ് ഇവിടുത്തെ ആക്ച്വലി എത്രയാണ് എക്സ്പെൻസ്, അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ പല പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിനുള്ള എല്ലാ ഉത്തരവായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ കാണുന്ന പല യൂട്യൂബേഴ്സും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പല വീഡിയോസിലുള്ള പറയണത്. പലരും എക്സാക്ട്ലി ഒരു നമ്പർ ഒന്നും പറയാനുള്ളതെന്നേ. എല്ലാവരും വിചാരിക്കേണ്ട എനിക്ക് തോന്നുന്നു, ഓ നമ്മളിനി കൂട്ടി പറഞ്ഞ നാട്ടുകാർ കാണല്ലേ, അവർ വിചാരിക്കുമെന്ന് എനിക്ക് ഇത്രയും രൂപ കിട്ടണ്ടോ, അല്ലെങ്കിൽ ഇത്രയും എക്സ്പെൻസ് ഇവിടെ ഉള്ളൂ, ഇത്രയും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റണ്ടോ, അങ്ങനെയൊക്കെയുള്ള പലതും അവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പലരും ഭീകരമായിട്ടാണ് പറയുന്നത് ഇവിടേക്ക് വരല്ലേ, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാലോ. ഞാൻ ഇവിടെ വേണമെങ്കിൽ എൻ്റെ പേ സ്ലിപ്പിന്റെ ഒരു ഫോട്ടോയും ഞാൻ ഇവിടെ കാണിക്കാം. ഞാനിപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ ജോലി നിർത്തി, കാരണം ഞാനിപ്പോൾ ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. അതിന് മുമ്പത്തെ ഏകദേശം എൻ്റെ ഒരു പേ സ്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പോഴത്തെ ഒരു സാലറി റേറ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ 1350 ആണ്. ഒരു മണിക്കൂർ നിങ്ങൾ പണിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് €13.50 നിങ്ങൾക്ക് കിട്ടും. അത് ഏകദേശം ഇന്ത്യൻ മണി അനുസരിച്ച് ഏകദേശം ഒരു 1200 1100 ആ ഒരു റേഞ്ച് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 20 അവേഴ്സ് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാം. അപ്പോൾ 20 അവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം, നിങ്ങൾ വേണമെങ്കിൽ കൂട്ടി വയ്ക്കോ, 20 × 13 ഏകദേശം 200 250 അടുത്ത് നിങ്ങൾക്ക് കിട്ടും. ആ 250 യൂറോ നിങ്ങൾക്ക് ഒരു വീക്കിൽ കിട്ടും. നിങ്ങൾക്ക് 4 ആഴ്ച വർക്ക് ചെയ്യാം. ഏകദേശം 1000 യൂറോ നിങ്ങൾക്ക് ഏർണിങ്സ് ആയിട്ട് കിട്ടും. ഈ 1000 യൂറോയിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, ഫസ്റ്റത്തെ അതിനകത്തൊന്നും വലിയ ടാക്സ് ഒന്നും പോകില്ലാന്നേ. ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ ഒരു 50 യൂറോ മാക്സിമം പോകും, അല്ലെങ്കിൽ ഒരു 100 യൂറോ നിങ്ങൾ കൂട്ടിക്കോ. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്നാലും നിങ്ങൾക്ക് ഒരു 900 യൂറോ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഒരു മാസം നിങ്ങൾക്ക് 900 യൂറോ സേവ് ചെയ്യാവേ. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പെൻസ് വരാൻ പോകുന്ന ഫസ്റ്റത്തെ ഏറ്റവും വലിയ എക്സ്പെൻസ് ആണ് നിങ്ങൾക്ക് ഹൗസിന്റെ എക്സ്പെൻസ്, അതായത് നിങ്ങൾ എവിടെയായാലും താമസിക്കുന്ന എക്സ്പെൻസ്. ഇപ്പൊ യൂഷ്വലി എല്ലാ പിള്ളേരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനും ഒരു കാലത്ത് ചെയ്ത കാര്യമാണ്. ഇപ്പൊ യൂഷ്വലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വീട് എടുത്തിട്ട് നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഷെയർ ചെയ്ത്, അങ്ങനെ ഒരു 4 പേരൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ അത്തലോണിലെ കാര്യം പറയാം. ഞാൻ പഠിച്ചത് അത്തലോണിലായിരുന്നു. അത്തലോണിലെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, ആ സമയത്ത് ഏകദേശം ഒരു 450 യൂറോ അല്ലെങ്കിൽ ഒരു 500 യൂറോ മാക്സിമം ഒരാൾക്ക് വരുള്ളൂ. ആ ഒരാൾക്ക് 500 യൂറോ ഏറ്റവും വേഴ്സ്റ്റ് കേസായിട്ട് ഞാൻ പറയണേ. ഏറ്റവും വേഴ്സ്റ്റ് കേസ് നിങ്ങൾക്ക് ഒരു 500 യൂറോ നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് വരും. ആ 500 യൂറോ അത് മാറ്റി വയ്ക്കാം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഒരു 50 യൂറോ നിങ്ങൾക്ക് ഒരു ഫുഡ്, 50 ടു ഒരു 55, ഏറ്റവും കൂടിക്കുന്ന ഒരു 60 യൂറോ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒന്നും കഴിക്കാനുണ്ടാവില്ല എന്നേ. അപ്പോൾ 50 ടു 60 യൂറോ, അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഒരു 560 യൂറോ നിങ്ങൾക്ക് എക്സ്പെൻസ് വന്നു. വേറെ എന്ത് എക്സ്പെൻസ് ഉള്ളേ? ഒട്ടുമിക്ക പിള്ളേരും താമസിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് വേണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും കൂട്ടിക്കോ. ഈ പറഞ്ഞ പോലെ ഒരു മൊബൈൽ ചാർജ്, അപ്പൊ അങ്ങനെ വരാണെങ്കിൽ ഒരു 20 യൂറോ അതിന് കൂട്ടിക്കോ. 14-12 യൂറോ ഒക്കെ വരുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് കൂട്ടി തരാണ്. ഒരു 20 യൂറോ എക്സ്പെൻസ് വന്നു തരുക, എന്നാലും ഒരു 560 580. ബാക്കി എവിടെ നിങ്ങൾക്ക് എക്സ്പെൻസ് തന്നെ, എന്നാലും നിങ്ങൾക്ക് സേവ് ചെയ്യാം ഒരു 300-400 യൂറോ എടുത്ത്. ഈ 400 യൂറോ പോരെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു EMI അടയ്ക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബാങ്ക് ലോൺ അടയ്ക്കാൻ. ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ആകെ എക്സ്പെൻസ്. പിന്നെ ഞാൻ പറയാം, എനിക്കറിയാവുന്ന പലരും ഉണ്ട്, വെള്ളിയാഴ്ച നമ്മൾ പബ്ബിൽ പോണു, പെൺപിള്ളേരെ പിടിക്കുന്നു, അങ്ങനെ അത് വേറൊരു ടൈപ്പ്. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ശരിയാണ്, അവർക്ക് ഇതിനകത്ത് തികയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിക്കണം, നിങ്ങൾക്ക് സുഖമായി നിങ്ങൾക്ക് പേ ചെയ്ത് മുന്നോട്ട് പോകാം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി ഒരു ഫുൾ ടൈം ജോബ് ആവുന്നരുതാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡിസംബറിൽ ഒരു മന്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ഡിസംബർ ടു ജാനുവരി. ആ മാസം 1000 യൂറോയ്ക്ക് പകരം നിങ്ങൾക്ക് 2000 യൂറോ കിട്ടും. 2000 യൂറോ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് സേവിങ് എത്രയായിരിക്കും? ആകെ നിങ്ങളുടെ എക്സ്പെൻസ് വരേണ്ട ഏകദേശം ഒരു 650 യൂറോ, ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ ഒരു 650 യൂറോ വരും. എന്നാലും കിട്ടാണ് ബാക്കി 1400 യൂറോ എടുത്ത് നാട്ടിൽ ഏകദേശം 1,00,000 രൂപ. ആ ഒരു മാസം നിങ്ങൾക്ക് 1,00,000 രൂപ കിട്ടും. പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസമുണ്ട്. ആ 3 മാസം നിങ്ങൾക്ക് ഒരു 3,00,000 രൂപ നിങ്ങൾക്ക് അല്ലാതെയും കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 4,00,000 രൂപ അങ്ങനെ. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഏകദേശം വരാൻ പോകേണ്ട ഒരു ജാനുവരി ആണെങ്കിൽ ഒരു ജാനുവരി ടു ഡിസംബർ, അങ്ങനെ എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു 40,000 രൂപ വെച്ച് സേവ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരു 4,00,000 രൂപയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ നിങ്ങൾ 8,00,000 രൂപ ഓൾറെഡി നിങ്ങൾ സേവ് ചെയ്തു. ആ 8,00,000 രൂപ പോരെ നിങ്ങളുടെ ഫീസിന്റെ ഒരു 75% പേ ചെയ്യാനായിട്ട്. ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ആകെ എക്സ്പെൻസ്. അതിനാണ് ഈ പറയുന്ന പലരും ഭയങ്കര പ്രശ്നമാണ് ഇവിടേക്ക് കയറി വരല്ലേ, അങ്ങനെ പലതും പറയണം. ഇനി അതുകൂടാതെ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പഠിച്ച സമയത്ത്, അതായത് ഞാൻ പഠിച്ചൊരു 2 കൊല്ലം മുമ്പാണ്. ആ 2 കൊല്ലം മുമ്പ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അങ്കിളുടെ ഒപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ എക്സ്പെൻസ് വന്നില്ല, അതൊരു സത്യാവസ്ഥയാണ്. പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാരെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യാം.
എൻ്റെ കൂട്ടുകാർ പലരും അന്ന് വർക്ക് ചെയ്ത് മെക്ഡൊണാൾഡ്സിലും, പിന്നെ 1-2 പേര് കെയർ ഹോമിൽ കയറിയായിരുന്നു, പിന്നെ കുറച്ച് പേര് അവിടെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിൽ കയറിയായിരുന്നു. 2 കൊല്ലം മുമ്പ് അത്തലോൺ എന്ന സിറ്റിയിൽ ആ പാർട്ട് ടൈം വേണ്ട പോലെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പാർട്ട് ടൈം കിട്ടിയായിരുന്നു, ആർക്കും കിട്ടായിരുന്നിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഡബ്ലിനിൽ വന്നു. അവൻ പറയണ്ടായിരുന്നു, എടാ ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവന് ജോലി കിട്ടിയില്ലാന്ന്. അവൻ വന്നത് നവംബറിലായിരുന്നു, മെയ്യിൽ വന്നിട്ടും ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞു. ആ സെയിം സിറ്റിയിൽ എൻ്റെ മറ്റൊരു കൂട്ടുകാരനുണ്ട്, അവൻ 2 ജോലിയാണ് ചെയ്യണേ, 20 മണിക്കൂർ കൂടാതെ അവൻ എക്സ്ട്രാ വർക്ക് ചെയ്യുക. അപ്പൊ എന്താണ് കുഴപ്പം? ഞാൻ പറയുകയാണെങ്കിൽ അവൻ വേണ്ടത്ര പോലെ ട്രൈ ചെയ്തില്ല എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ഗ്യാരണ്ടി ആണ്. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം, ഇവിടെ പാർട്ട് ടൈം കിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും വലയേണ്ടി വരില്ല. കാരണം എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ 2 ജോലി അവിടെ ഡബ്ല്യു സിറ്റിയിൽ ചെയ്യില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ഇവിടെ വേണ്ട പോലെ ഉണ്ട്. നിങ്ങൾ അധ്വാനിക്കാനും നിങ്ങൾക്ക് ആ തപ്പാനും ഉള്ള ഒരു മനസ്സുണ്ടായാൽ മതി. അല്ലെങ്കിൽ ഈ വീട്ടിലിരുന്ന് നിങ്ങൾ ഇപ്പൊ തുടക്കത്തിൽ എല്ലാ പിള്ളേരും വരുന്നൊരു കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് മന്ത് വന്നിട്ട് ആദ്യമായിട്ട് മദാമകളെയൊക്കെ കാണല്ലേ, അല്ലെങ്കിൽ സായിപ്പുമാരെയൊക്കെ കാണല്ലേ, പബ്ബിൽ പോവാം, ആഘോഷിക്കാം, അങ്ങനെയുള്ള ചിന്തയിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഒട്ടുമിക്ക പേർക്ക് ഇവിടെ ജോലിയുണ്ട്, ഒട്ടുമിക്ക പേർക്ക് ഇവിടെ സെറ്റിൽ ആവാനുള്ള എല്ലാ വകുപ്പും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാർട്ട് ടൈം കിട്ടുമോ ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ഞാൻ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, ഒരു അക്കോമഡേഷൻ ഡബ്ലിൻ പോലത്തെ വലിയ സിറ്റിയിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കിട്ടാനായിട്ട്. അത് ഞാൻ എളുപ്പമാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഓക്കെ നമുക്ക് ഡബ്ലിനിലേക്ക് ഒന്ന് മാറിയാലോ എന്നൊരു ചിന്ത വന്ന് ഞാൻ അന്ന് തപ്പിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഹൈ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കിട്ടാനായിട്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ള കൺസേൺ വേണ്ട, നിങ്ങൾക്ക് പൈസ ഉണ്ടാവും എന്നുള്ള കൺസേൺ വേണ്ട, നിങ്ങളുടെ ട്യൂഷൻ ഫീസ് അടയോ എന്നുള്ള കൺസേൺ വേണ്ട. ഈ 3 ഞാൻ 100% ഗ്യാരണ്ടി പറയണു, നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ എക്സ്പെൻസ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് സേവിങ്ങും നിങ്ങൾക്ക് കിട്ടും.